ബ്യൂറോക്രസി എന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സും അതുപോലെ ഫങ്ഷൻസും നോക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പം നമുക്ക് നോക്കാം. ബ്യൂറോക്രസി ഈസ് ഓൾസോ കോൾഡ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്നും ബ്യൂറോക്രസിയെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, സ്ഥിരമായ ഭരണ വിഭാഗം അല്ലെങ്കിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്നും ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഭരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. Who did coin the term bureaucracy to explain the government administration of non-elected officials? അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ ഭരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ആദ്യമായി ബ്യൂറോക്രസി എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? വിൻസെൻ്റ് ഗോർണയാണ്. ദ വേർഡ് ബ്യൂറോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് ബ്യൂറോ ആൻഡ് ഗ്രീക്ക് വേർഡ് ക്രാറ്റോസ്. അപ്പം ബ്യൂറോക്രസി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ആയിട്ടുള്ള ബ്യൂറോയിൽ നിന്നും അല്ല ഗ്രീക്ക് വേർഡായിട്ടുള്ള ക്രാറ്റോസിൽ നിന്നുമാണ്. അപ്പോൾ ബ്യൂറോ എന്ന് വെച്ചാൽ എന്താണ്, ഡെസ്ക് ഓർ ഓഫീസ്. ക്രാറ്റോസ് എന്ന് വെച്ചാൽ എന്താണ്, മീൻസ് പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ബ്യൂറോക്രസി ഈസ് ഓൾസോ കാൾഡ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. സ്ഥിരമായ ഒരു ഭരണവിഭാഗം എന്നും ബ്യൂറോക്രസിയെ വിളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നോൺ ഇലക്റ്റഡ് ഒഫീഷ്യൽസിൻ്റെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂറോക്രസി എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്യുന്നത് വിൻസെൻ്റ് ഡി ഗോർണയാണ്. അതുപോലെ തന്നെ ഈ ബ്യൂറോക്രസി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബ്യൂറോയിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീക്ക് വേർഡായിട്ടുള്ള ക്രാറ്റോസിൽ നിന്നുമാണ്. അപ്പോൾ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബ്യൂറോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് എന്നാണ്. എന്നാൽ ഗ്രീക്ക് വേർഡായിട്ടുള്ള ക്രാറ്റോസിൻ്റെ അർത്ഥം എന്താണ്, പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം എന്നാണ്. The French philosopher and economist Vincent de Gournay first coined the term bureaucracy in the mid-18th century. അപ്പം എന്താണ്, 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ എന്താണ് ബ്യൂറോക്രസി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് എന്താണ്, ഫ്രഞ്ച് ഫിലോസഫറും ഇക്കണോമിസ്റ്റുമായ ആരാണ്? വിൻസെൻ്റ് ഡി ഗോർണയാണ്. നമ്മൾ പറഞ്ഞാണ്, ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത്, ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് തിയറി ഓഫ് ബ്യൂറോക്രസി വാസ് മാക്സ് വെബർ. അപ്പോൾ എന്താണ്, ഈ ബ്യൂറോക്രസി എന്ന സിദ്ധാന്തം അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആരാണ്? മാക്സ് വെബറാണ്. അപ്പം ബ്യൂറോക്രസി സിദ്ധാന്തത്തിൻ്റെ ഫാദറായിട്ട് അല്ലെങ്കിൽ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് മാക്സ് വെബറാണ്. ജർമ്മൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഹൂ ലീഗലൈസ്ഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി ആസ് ആൻ ഓർഗനൈസേഷൻ ഫോം. അപ്പോൾ ഓർഗനൈസേഷൻ ഫോമിൽ ബ്യൂറോക്രസിയുടെ സവിശേഷതകളെ ഒരു സംഘടനാ രൂപം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോമിൽ എന്താണ് രൂപം നൽകിയ ഒരു ജർമ്മൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് ആര്, നമ്മുടെ ഈ ഫാദർ, ബ്യൂറോക്രസിയുടെ സിദ്ധാന്തത്തിൻ്റെ ഫാദർ എന്ന് പറഞ്ഞത് ആര്? മാക്സ് വെബറാണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താ, ഫൗണ്ടിങ് ഫാദർ ഓഫ് തിയറി ഓഫ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ആരാണ്? മാക്സ് വെബറാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകളിലെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളും കൂടിയാണ്. അപ്പം അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹമാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്നും വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഭരണവിഭാഗം എന്ന് വിളിക്കുന്നു. ഹൂ ഡിഡ് കോയിൻ ദ ടേം ബ്യൂറോക്രസി ടു എക്സ്പ്ലെയിൻ ദ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോൺ ഇലക്റ്റഡ് ഒഫീഷ്യൽസിൻ്റെ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി ഈ ടേം കോയിൻ ചെയ്തത് ആരാണ്? വിൻസെൻ്റ് ഡി ഗോർണയാണ്. ദ വേർഡ് ബ്യൂറോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് ബ്യൂറോ. അതിൻ്റെ അർത്ഥം എന്താണ്? ബ്യൂറോയുടെ അർത്ഥം ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് എന്നാണ്. ഗ്രീക്ക് വേർഡ് ആയ ക്രാറ്റോസിൻ്റെ അർത്ഥം എന്താണ്? പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം എന്നാണ്. അതുപോലെ തന്നെ മധ്യകാലത്ത് 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ ഫ്രഞ്ച് ഫിലോസഫർ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൻസെൻ്റ് ഡി ഗോർണെ ഈ ടേം കോയിൻ ചെയ്യുന്നത് ആദ്യമായി. അതുപോലെ തന്നെ ബ്യൂറോക്രസി സിദ്ധാന്തത്തിൻ്റെ ഫാദർ അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാക്സ് വെബറാണ്. അദ്ദേഹം ഈ ബ്യൂറോക്രസിയുടെ സവിശേഷതകളെ ഓർഗനൈസേഷൻ ഫോമിലാക്കിയ ആളാണ്. അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്? മാക്സ് വെബർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി. വെബറുടെ മാതൃക ബ്യൂറോക്രസിയെക്കുറിച്ചാണ് പറയുന്നത്. ഐഡിയൽ ടൈപ്പ്, വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ദ ഹൈറാർക്കി. ഒരു കൃത്യമായ അധികാര ശ്രേണി കാണും. എന്നുവെച്ചാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴേക്കുള്ള ഘടനയാണ് പറയുന്നത്. ഇമ്പേഴ്സണൽ നേച്ചർ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാത്ത നിഷ്പക്ഷമായ ഒരു സമീപനത്തെയാണ് നമ്മൾ ഇമ്പേഴ്സണൽ നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് തൊഴിൽ വിഭജനം. പിന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേക ചുമതലകൾ കാണും.
ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, വ്യക്തമായി നിർവചിക്കപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാണും. ഫോമൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. പിന്നെ കരിയർ ഓറിയൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഗ്രോത്തും ഒക്കെ ഉണ്ടാവും. അതാണ് പറയുന്നത്. അപ്പോൾ വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ദ ഹൈറാർക്കി, ഇംപേഴ്സണൽ നേച്ചർ, ഡിവിഷൻ ഓഫ് ലേബർ, ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഫോം സെലക്ഷൻ, കരിയർ ഓറിയൻറ്റേഷൻ. അപ്പം വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ദി ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ അധികാര ശ്രേണി കാണും, ഉയർന്ന ഉദ്യോഗസ്ഥർ തൊട്ട് താഴേക്കുള്ളൊരു ഘടന. പിന്നെ ഇംപേഴ്സണൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തിപരമായ താല്പര്യം ഇല്ലാത്ത ഒരു നിഷ്പക്ഷമായ സമീപനമായിരിക്കും. ഡിവിഷൻ ഓഫ് ലേബർ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ വിഭജനം കാണും. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ചുമതലകൾ കാണും. ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അപ്പം നിർവചിച്ചേക്കുന്ന കുറേ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോമൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ യോഗ്യത അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗ തിരഞ്ഞെടുപ്പിനെയാണ് ഫോമൽ സെലക്ഷൻ എന്ന് പറയുന്നത്. കരിയർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായ ജോലി സാധ്യതയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാവും. പെർമനൻറ്റ് ജോബായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രോത്തും ഇതിലൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി? അപ്പം വെബറുടെ ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം. ഡിവിഷൻ ഓഫ് ലേബർ, എക്സ്റ്റൻസീവ് പേപ്പർ വർക്ക്, വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ഹൈറാർക്കി, ഇംപേഴ്സണൽ നേച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇല്ലാത്തത് ഏതാണ്? എക്സ്റ്റൻസീവ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത് ബ്യൂറോക്രസിയിൽ ഉൾപ്പെടുന്നതല്ല. അതായത് ആരുടെ, വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസിയിൽ എന്തോ ഉൾപ്പെടുന്നില്ല, എക്സ്റ്റൻസീവ് പേപ്പർ വർക്ക് ഉൾപ്പെടുന്നില്ല. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ, വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ഹൈറാർക്കി, ഇംപേഴ്സണൽ നേച്ചർ. അപ്പം 1, 3, 4 ആണ് ശരി. അടുത്തത് ബ്യൂറോക്രസി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. ഇപ്പം ബ്യൂറോക്രസിയിൽ ഉൾപ്പെടുന്നത് ആരാണ്? ഓൾ സിവിൽ സർവൻറ്റ്, എല്ലാ സിവിൽ സർവൻറ്റുകളും എന്താണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടെ വരുന്നു, എന്തിലുൾപ്പെടുന്നു? ബ്യൂറോക്രസിയിലുണ്ട്. അപ്പോൾ ബ്യൂറോക്രസി കൺസിസ്റ്റ് ഓഫ് ഓൾ സിവിൽ സർവൻറ്റ്സ്. ബ്യൂറോക്രസിയിൽ ഉൾപ്പെടുന്നത് ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സ്മാർട്ട് ഗവേണൻസ് എന്താണെന്നാണ്. സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പം സ്മാർട്ടിന് എന്താണ്, ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകളുണ്ട്. അപ്പോൾ അത് സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എസ്, ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എം മോറൽ, എ അക്കൗണ്ടബിൾ, ആർ റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ എന്താണ് സ്മാർട്ട് എന്നാൽ എന്താണ്? സിമ്പിൾ ലളിതം, മോറൽ ധാർമ്മികം, അക്കൗണ്ടബിൾ ഉത്തരവാദിത്തമുള്ളത്, റെസ്പോൺസീവ് പ്രതികരണശേഷിയുള്ളത്, ട്രാൻസ്പെറൻറ്റ് സുതാര്യം. അപ്പോൾ സ്മാർട്ട് ഗവേണൻസിന് നമ്മൾ പറഞ്ഞ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തുവാ? സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ഈ സ്മാർട്ട് എന്ന വാക്കിലെ എ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് അക്സെപ്റ്റബിലിറ്റി, അഡ്ജസ്റ്റബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, നണ്ണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അക്കൗണ്ടബിലിറ്റി. അപ്പം സ്മാർട്ട് എന്നാൽ സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ സ്മാർട്ടിൽ എ എന്തിനെ സൂചിപ്പിക്കുന്നു? അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നമുക്ക് തരികയാണ് ഓപ്ഷൻസ് അക്സെപ്റ്റബിലിറ്റി, അഡ്ജസ്റ്റബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, നൺ എന്നൊക്കെ തന്നാൽ, നൺ ഓഫ് ദീസ് എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നമ്മളേത് പറയും? അക്കൗണ്ടബിലിറ്റി. എ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അക്കൗണ്ടബിലിറ്റി. എം എന്തിനാണ്? മോറൽ. എസ് എന്താണ്? സിമ്പിൾ. ആർ എന്താണ്? റെസ്പോൺസിബിലിറ്റി. ടി എന്താണ്? ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മോർസ്റ്റെയിൻ മാക്സിൻ്റെ ബ്യൂറോക്രസി ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ വർഗീകരണമാണ് നമ്മൾ നോക്കുന്നത്. മോർസ്റ്റെയിൻ മാക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്യൂറോക്രസി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? GCPM എന്ന കോഡ് നമുക്ക് ഉപയോഗിക്കും ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്. GCPM. അപ്പോൾ മോർസ്റ്റീൻ മാക്സിൻ്റെ ബ്യൂറോക്രസി ക്ലാസിഫിക്കേഷന് നമ്മൾ ഒരു കോഡ് ഓർത്തിരിക്കുക. എന്താണ്? GCPM. അപ്പം ആദ്യത്തത് G എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗാർഡിയൻ ബ്യൂറോക്രസി, കാവൽ ബ്യൂറോക്രസി. പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യക്ഷമമായ ഭരണവിഭാഗമാണെന്ത്? ദ ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അടുത്തത് ദ കാസ്റ്റ് ബ്യൂറോക്രസി, ജാതി ബ്യൂറോക്രസി. ഉയർന്ന സാമൂഹിക പദവിയോ ജാതിയോ അടിസ്ഥാനമാക്കി ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്നതാണ് കാസ്റ്റ് ബ്യൂറോക്രസി. ദ പാട്രണേജ് ബ്യൂറോക്രസി. ദ പാട്രണേജ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോൺസർഷിപ്പ് ബ്യൂറോക്രസിയാണ് നമ്മളത് പറഞ്ഞത്. രാഷ്ട്രീയ സ്വാധീനമോ വ്യക്തിബന്ധങ്ങളോ വഴി ജോലി നൽകുന്ന രീതിയാണ് ഒരു സ്പോയിൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതിനാണ് നമ്മൾ പാട്രണേജ്
ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അടുത്തതാണ് എന്താണ് മെറിറ്റ്. ദ മെറിറ്റ് ബ്യൂറോക്രസി. കഴിവ്, പരീക്ഷകൾ, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ മെറിറ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ മോർസ്റ്റീൻ മാക്സിൻ്റെ ഉദ്യോഗസ്ഥ ഭരണത്തെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയെ 4 തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡ് നമ്മൾ GCPM എന്നാണ് പഠിക്കുന്നത്. ആദ്യത്തെ G എന്താണ്? ദ ഗാർഡിയൻ ബ്യൂറോക്രസി, കാവൽ ബ്യൂറോക്രസിയാണ്. അത് പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യക്ഷമമായ ഭരണവിഭാഗമാണത്. അതുപോലെ അത് കാസ്റ്റ് ബ്യൂറോക്രസിയാണ് C എന്ന് പറയുന്നത്. ജാതി ബ്യൂറോക്രസിയാണ്. അത് ഉയർന്ന സാമൂഹിക പദവിയോ ജാതിയോ അടിസ്ഥാനമാക്കി ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്നതാണ്. അത് പാട്രണേജ് ബ്യൂറോക്രസി എന്നാണ്. സ്പോൺസർഷിപ്പ് വഴിയിട്ട് രാഷ്ട്രീയ സ്വാധീനമോ വ്യക്തിബന്ധങ്ങളോ വഴി ജോലി നൽകുന്ന ഒരു രീതിയാണത്. അത് ഒരു സ്പോയിൽ സിസ്റ്റമാണ്. അടുത്തത് ദ മെറിറ്റ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ കഴിവ്, പരീക്ഷ, യോഗ്യത ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് ദ മെറിറ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ബ്യൂറോക്രസിയാണ്. ഒഫീഷ്യൽസ് ഹു administer the affairs of the country and work under public administration are known as bureaucrats. The policies and decision of the cabinet are implemented by the bureaucracy. അപ്പം എന്താണ് പറയുന്നത്? രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പൊതുഭരണത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ബ്യൂറോക്രാറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ്? ബ്യൂറോക്രാറ്റ്സ്. അപ്പോൾ എന്താണ്? രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പൊതുഭരണത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നു. ഒഫീഷ്യൽസ് ഹു അഡ്മിനിസ്റ്റർ ദ അഫയേഴ്സ് ഓഫ് ദ കൺട്രി ആൻഡ് വർക്ക് അണ്ടർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആർ നോൺ ആസ് ബ്യൂറോക്രാറ്റ്സ്. അപ്പോൾ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ പൊതുഭരണത്തിന് കീഴിൽ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ദ പോളിസീസ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്യൂറോക്രസി. അപ്പം എന്താണ്? ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് നയങ്ങൾ ഒക്കെ നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? ബ്യൂറോക്രസി അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്ത് ചെയ്യുന്നത്? ഇത് നടപ്പിലാക്കുന്നത്. അപ്പം മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻസും പോളിസീസും എല്ലാം നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്യൂറോക്രസിയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം സ്മാർട്ട് ഗവർണൻസ്. സ്മാർട്ട് എന്നാൽ സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അപ്പം സ്മാർട്ടിനകത്ത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ തരുന്നേക്കാണ് അക്സെപ്റ്റബിലിറ്റി, അഡ്ജസ്റ്റബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അക്കൗണ്ടബിലിറ്റി. എന്തിനെ സൂചിപ്പിക്കുന്നു? അക്കൗണ്ടബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മോർസ്റ്റീൻ മാക്സ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ബ്യൂറോക്രസിയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഡിലൂടെ പറയും. GCPM 4 ഇതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. GCPM അത് G എന്ന് പറഞ്ഞാൽ ഗാർഡിയൻ ബ്യൂറോക്രസിയാണ്. അതെന്താണ് പറയുന്നത്? കാവൽ ബ്യൂറോക്രസി, അതായത് പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണ വിഭാഗമാണ്. C എന്താണ്? കാസ്റ്റ് ബ്യൂറോക്രസിയാണ്. ജാതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പദവിയോ ജാതിയോ ഉയർന്ന സാമൂഹിക പദവി അല്ലെങ്കിൽ ജാതിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ്. പാട്രണേജ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് വഴി ഇപ്പോൾ രാഷ്ട്രീയ സ്വാധീനമോ വ്യക്തിബന്ധങ്ങളോ വഴി ജോലി കിട്ടുന്നൊരു രീതിയാണ്. സ്പോയിൽ സിസ്റ്റമാണത്. ഇനി M എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ P ആണ് പാട്രണേജ് എന്ന് പറഞ്ഞത്. M എന്താണ്? മെറിറ്റ് ബ്യൂറോക്രസിയാണ്. അത് കഴിവ്, പരീക്ഷ, യോഗ്യതയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താ? ബ്യൂറോക്രസി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പൊതുഭരണത്തിന് കീഴിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇവർ ക്യാബിനറ്റിൻ്റെ നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദ ഫ്രേസ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ ലാ പാലംബാര എന്നാണ് തോന്നുന്നു. ലാ പാലംബാര. അപ്പോൾ ദ ഫ്രേസ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ ലാ പാലംബാര. അപ്പോൾ എന്താണ്? ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി അല്ലെങ്കിൽ വികസന ബ്യൂറോക്രസി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ലാ പാലംബാര. അപ്പം ഈ ലാ പാലംബാര എഴുതിയ പുസ്തകമാണ് ഇത് ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയത് ആരാണ്? ജോസഫ് ലാ പാലംബാരയാണ്. അപ്പം ദ ഫ്രേസ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ ലാ പാലംബാര. അപ്പോൾ എന്താണ്? ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി അല്ലെങ്കിൽ വികസന ബ്യൂറോക്രസി എന്നൊരു വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അന്ന് വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ലാ പാലംബാരയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇത്. ജോസഫ് പാലംബാര എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ടേം ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ എന്താണ്? ഈ വികസന നയങ്ങളും പരിപാടികളും നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സർക്കാർ ഏജൻസികളെയും വകുപ്പുകളെയുമാണ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ വികസന നയങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ
ചുമതലപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻസീസും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉണ്ട്. അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡെവലപ്മെൻറ്റ് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻസീസും ഡിപ്പാർട്ട്മെൻറ്റ്സും കാണും. അവരെ റെഫർ ചെയ്യുന്നതാണ് ഏത് ടേം? ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂറോക്രസി ലിറ്ററലി മീൻസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബൈ ആൻസർ എന്താണ്? ഒഫീഷ്യൽസ്. അപ്പം ബ്യൂറോക്രസി എന്നതിൻ്റെ എന്താണ്? ബ്യൂറോക്രസി എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? യഥാർത്ഥ അർത്ഥം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ എന്താണ്? ഭരണ സംവിധാനം, ഒരു ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ബ്യൂറോക്രസി ലിറ്ററലി മീൻസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബൈ ഒഫീഷ്യൽസ്. അപ്പം ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഹൂ ഡിസ്ക്രൈബ്ഡ് ബ്യൂറോക്രസി ആസ് ദ കോണ്ടിനെൻ്റൽ ന്യൂയിസൻസ്. അപ്പോൾ ദ കോണ്ടിനെൻ്റൽ ന്യൂയിസൻസ് എന്ന് ബ്യൂറോക്രസിയെ ഡിസ്ക്രൈബ് ചെയ്തതാരാണ്? അല്ലെങ്കിൽ എന്താണ് ബ്യൂറോക്രസിയെ ഭൂഖണ്ഡത്തിലെ ഒരു ശല്യം എന്ന് പറഞ്ഞതാരാണ്? തോമസ് കാർലൈൽ. അപ്പോൾ തോമസ് കാർലൈലാണ് എന്ത് പറഞ്ഞത്? ദ കോണ്ടിനെൻ്റൽ ന്യൂയിസൻസ് എന്ന് ബ്യൂറോക്രസിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഹൂ പ്രൊപ്പോണ്ടഡ് ദ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് തിയറി. അപ്പോൾ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് തിയറി ആരാണ് പ്രപ്പോണ്ട് ചെയ്തത്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത്? എന്താണ്? പങ്കാളിത്ത നേതൃത്വ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഇതിനെ എന്താണ്? പങ്കാളിത്ത നേതൃത്വ സിദ്ധാന്തം. അതിനാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ തിയറി എന്ന് പറയുന്നത്. ആവിഷ്കരിച്ചത് ആരാണ്? കുർട്ട് ലെവിൻ ആണ് ആവിഷ്കരിച്ചത്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഹേർട്ട് ഓഫ് ദി പ്രോബ്ലം ഓഫ് മോഡേൺ ഗവൺമെൻറ് ഈസ് സെഡ് ബൈ. അപ്പം എന്താണ്? ആധുനിക സർക്കാരിൻ്റെ പ്രശ്നങ്ങളുടെ ഹൃദയഭാഗം പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു മോഡേൺ ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്? എന്താണ്? പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ്? ആധുനിക സർക്കാരിൻ്റെ പ്രശ്നങ്ങളുടെ ഹൃദയഭാഗം പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ ഹേർട്ടിൻ്റെ പ്രോബ്ലം, മോഡേൺ ഗവൺമെൻറ്റിൻ്റെ എന്താണ്? ഒരു പ്രോബ്ലമാണ്, ഹേർട്ടിലെ പ്രോബ്ലമാണ് എന്തെന്ന് പറയുന്നത്? ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആധുനിക സർക്കാരിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു ഹൃദയഭാഗമാണ്. അപ്പം ആധുനിക സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോഡേൺ ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലംസിൻ്റെ ഒരു ഹൃദയഭാഗമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അത് പറഞ്ഞതാരാണ്? LD വൈറ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ദ ഫ്രേസ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ ലാ പാലംബാര. അപ്പോൾ ലാ പാലംബാരയാണ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി ഇത് കോയിൻ ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്, ജോസഫ് ലാ പാലംബാരയുടെ പുസ്തകമാണ് ബ്യൂറോക്രസി ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ ദ ടേം ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ഈ എന്താണ് ഡെവലപ്മെൻറ്റ് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഗവൺമെൻറ് ഏജൻസീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് എന്താണ് എന്ന് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആരുടെയൊക്കെ? ഇപ്പം ഗവൺമെൻറ് ഏജൻസീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഈ ഡെവലപ്മെൻറ്റ് പോളിസീസും പ്രോഗ്രാംസും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഗവൺമെൻറ് ഏജൻസീസിനും ഡിപ്പാർട്ട്മെൻറ്റിനുമാണെന്ന് റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് ഡെവലപ്മെൻറ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ പറയുന്നത് ദ കോണ്ടിനെൻ്റൽ ന്യൂയിസൻസ് എന്ന ബ്യൂറോക്രസിയെ വിളിച്ചതാരാണ്? തോമസ് കർലൈലാണ്. അതുപോലെ തന്നെ ഹൂ പ്രപ്പോണ്ടഡ് ദ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് തിയറി. പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് തിയറി ആരാ പ്രപ്പോണ്ട് ചെയ്യുന്നത്? കുർട്ട് ലെവിനാണ്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് ദി പ്രോബ്ലം ഓഫ് മോഡേൺ ഗവൺമെൻറ് ഈസ് സെഡ് ബൈ. അപ്പം ആധുനിക സർക്കാരിൻ്റെ പ്രശ്നങ്ങളുടെ ഹൃദയഭാഗം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞത് ആരാണ്? LD വൈറ്റ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ബീൻ റോങ്ലി ലിസ്റ്റഡ് ആസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ എന്താണ് സവിശേഷത ആയി തെറ്റായി നൽകിയിരിക്കുന്നത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ, ഇറ്റ് ഷുഡ് ബി too rude, it should be implement laws in good spirit, it should work in close cooperation with the political executive. അപ്പം എന്താണ് ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ, അത് നിഷ്പക്ഷമായിരിക്കണം.
അപ്പം അത് കറക്റ്റാണ്. ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ, അത് കറക്റ്റാണ്. അത് വളരെ കർക്കശമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ടു റിജിഡ്, അങ്ങനെ വരത്തില്ല. ഇറ്റ് ഷുഡ് ബി റിജിഡ് പക്ഷേ ഇറ്റ് ഷുഡ് ബി ടു റിജിഡ് എന്ന് പറയത്തില്ല. അത് വളരെ കർക്കശമായിരിക്കണം എന്നല്ല, അത് കർക്കശമായിരിക്കണം. അപ്പോൾ അത് റോങ് ആണ്. ഇറ്റ് ഷുഡ് ഇംപ്ലിമെൻറ്റ് ലോസ് ഇൻ ഗുഡ് സ്പിരിറ്റ്. നിയമങ്ങൾ നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. ഇറ്റ് ഷുഡ് ഇംപ്ലിമെൻറ്റ് ലോസ് ഇൻ ഗുഡ് സ്പിരിറ്റ്. നിയമങ്ങൾ നല്ല ഉദ്ദേശത്തോടെ നടപ്പിലാക്കണം, അതും കറക്റ്റാണ്. ഇറ്റ് ഷുഡ് വർക്ക് ഇൻ ക്ലോസ് കോർപ്പറേഷൻ വിത്ത് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ എന്താണ്, രാഷ്ട്രീയ ഭരണകൂടവുമായിട്ട് അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കണം, അത് കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റ് ഏതാണ്, ബി മാത്രമാണ്. ഇറ്റ് ഷുഡ് ബി ടു റിജിഡ്, അത് മാത്രമാണ് തെറ്റ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ, ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റ് ലോസ് ഇൻ ഗുഡ് സ്പിരിറ്റ്, ഇറ്റ് ഷുഡ് വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അത് 3 ശരിയാണ്. ഇറ്റ് ഷുഡ് ബി റിജിഡ് ആയിരുന്നെങ്കിൽ കറക്റ്റാണ്, പക്ഷേ ഇറ്റ് ഷുഡ് ബി ടു റിജിഡ്, അതെന്താണ്, തെറ്റാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഘടനാപരമായ സവിശേഷതകളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ശ്രേണിപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, പിന്നെ അതുപോലെ വൈദഗ്ധ്യം. അപ്പം എന്താണ് ശ്രേണിപരമായ സംഘാടനം എന്ന് പറയുന്നത്, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ സ്ഥിരത, പെർമനൻസ്, അതുപോലെ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, അപ്പോയിൻറ്റഡ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ, രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, വൈദഗ്ധ്യം, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചുമതലയാണ് നമ്മൾ പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത്, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്രേണിപരമായ സംഘാടനം അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. അതാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഏറ്റവും ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് നമ്മൾ ശ്രേണിപരമായ സംഘാടനം എന്ന് പറയുന്നത്. അതായത് ഒരു പിരമിഡ് പോലെയുള്ളൊരു ഘടന അറിയാലോ. ഏറ്റവും മുകളിലൊരു ഹെഡ് കാണും, പിന്നെ അതിൻ്റെ താഴെ ആൾ കാണും, അതിൻ്റെ താഴെ ആൾക്കാർ കാണും, അങ്ങനെ ഒരു ഹൈറാർക്കി പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കാണും, അതിൻ്റെ താഴെ തലങ്ങളിൽ വരുന്നവരും കൂടുതൽ ഉദ്യോഗസ്ഥർ, കാരണം അയാളുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് താഴെയുള്ളത്. അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണിപരമായ സംഘാടനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് പ്രവർത്തനപരമായ സവിശേഷതകളാണ്. ഗവൺമെൻറ് എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുക, രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോൾ എന്താണ് പ്രവർത്തനപരമായ സവിശേഷത അല്ലെങ്കിൽ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. എന്താണ്, ഗവൺമെൻറ് എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യുക, ആനുകൂല്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ജനങ്ങളിൽ എത്തിക്കുക, രാജ്യത്തിൻ്റെ എന്താണ് ദൈനംദിന ഭരണകാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായി നടപ്പിലാക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തേത്, ഉദ്യോഗസ്ഥ വൃന്ദം പൊതുഭരണ സമ്പ്രദായത്തെ ചലനാത്മകമാക്കുന്നു. 2, ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെയും നയങ്ങളുടെയും പ്രയോജനം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്താണ്, ഇതൊന്നും രണ്ടും എന്താണ് ശരിയാണ്. ഉദ്യോഗസ്ഥ വൃന്ദം പൊതുഭരണ സമ്പ്രദായത്തെ ചലനാത്മകമാക്കുന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും നയങ്ങളും എല്ലാം പ്രയോജനം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രയോജനം എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അത് രണ്ടും എന്ത് ചെയ്യുന്നു, രണ്ടും എന്താണ് ശരിയാണ്. ഓക്കെ. അപ്പോൾ പ്രവർത്തനപരമായ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എന്താണ് എത്തിക്കുന്നു, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്, ശരിയായതാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥ വൃന്ദം പൊതുഭരണ സമ്പ്രദായത്തെ ചലനാത്മകമാക്കുന്നു, അത് ശരിയാണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികളെയും നയങ്ങളെയും പ്രയോജനം എന്താണ്, ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ 1ഉം 2ഉം എന്താണ് ശരിയാണ്. അടുത്തത്, വാട്ട് കൗണ്ട്സ് ആസ് കറപ്ഷൻ? അഴിമതി കണക്കാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വാട്ട് കൗണ്ട്സ് ആസ് കറപ്ഷൻ? ലേറ്റ് ഡെലിവറി ഓഫ് സർവീസസ്. അപ്പം സേവനങ്ങൾ നൽകുന്നതിലെ താമസമൊക്കെ എന്താണ്, അതും എന്താണ് അഴിമതിയായിട്ട് കണക്കാക്കും. ഡിനയൽ ഓഫ് റൈറ്റ് ടു റിസീവ് സർവീസ്. ഇപ്പം നമ്മുടെ എന്താണ് സേവനം ലഭിക്കാനുള്ള അവകാശം എന്ത് ചെയ്യുക, നിഷേധിക്കുക. നമുക്ക് സേവനം ലഭിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക, അത് റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഡിനൈ ചെയ്ത് കളയുക. അതെന്താണ്, ആ അവകാശത്തെ എന്ത് ചെയ്യുക, ഡിനൈ ചെയ്ത് കളയുന്നത് ഒരു അഴിമതിയാണ്. ഡിമാൻഡിങ് പ്രൈസ് ഫോർ സർവീസ്, അറിയാലോ, കൈക്കൂലി വാങ്ങിക്കുന്നത്, അതും അഴിമതിയാണ്. കൺസിഡറിങ് സർവീസ് ആസ് ജനറോസിറ്റി. പിന്നെന്താണ്, സേവനത്തെ ഒരു ഔദാര്യമായിട്ട് ഇപ്പം ഒരു എന്താണ്
ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്നെ കാണാനായിട്ട് വേറൊരാൾ വരുന്നു. അപ്പോൾ അയാൾക്ക് ഇന്ന ഡീറ്റെയിൽസ് ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് വരുവാണ്. അപ്പോൾ നമ്മൾ താലൂക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ ചെന്ന് അവരോട് ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ കാണിച്ചാലും അവരെന്ത് ചെയ്യും, എത്രയൊക്കെ നമ്മളിപ്പം ഓരോ കോപ്പികളും ഒക്കെ എടുത്തു കൊടുത്തു എന്ന് നമ്മളെ കുറേ ആഴ്ച ഇങ്ങനെ നടത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അവരാണെങ്കിൽ പിന്നെ ഒരു ഔദാര്യം പോലെ തരുന്നതൊക്കെ എന്താണ്, ഈ അഴിമതിയായിട്ട് മാറും. ഷോയിങ് നെപ്പോട്ടിസം, ബന്ധുപ്രീതി കാണിക്കല്ലേ, അവൻ എൻ്റെ അളിയനാണ് അല്ലെങ്കിൽ അവൻ എൻ്റെ ഭയങ്കര അടുത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നെപ്പോട്ടിസം കാണിക്കുന്നതും എന്താണ്, ഒരു അഴിമതിയാണ്. അപ്പോൾ ലേറ്റ് ഡെലിവറി ഓഫ് സർവീസസ്, ഈ സർവീസ് വൈകി കൊടുത്താൽ അഴിമതിയാണ്. റൈറ്റായിട്ട് സർവീസ് റിസീവ് ചെയ്യേണ്ട ഒരു അവകാശത്തെ ഡിനൈൽ ചെയ്താൽ അത് ഒരു അഴിമതിയാണ്, അല്ലെ കറപ്ഷനാണ്. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങിക്കുന്നത്, ഡിമാൻഡിങ് പ്രൈസ് ഫോർ സർവീസ്, കൈക്കൂലി മേടിക്കുന്നത് അഴിമതിയാണ്. കൺസിഡറിങ് സർവീസ് ആസ് ജനറോസിറ്റി, ഒരു ഔദാര്യം പോലെ ചെയ്തുകൊടുക്കുന്നത് ഒരു അഴിമതിയാണ്. ഷോയിങ് നെപ്പോട്ടിസം, ഒരു ബന്ധുപ്രീതിയൊക്കെ കാണിക്കുന്നതൊക്കെ അഴിമതിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തത് ദ മൾട്ടി ഫങ്ഷണറി അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവലീസ്. അപ്പോൾ ജില്ലാ തലത്തിലെ മൾട്ടി ഫങ്ഷണറി ആരാണെന്നാണ് ചോദിക്കുന്നത്. ജില്ലാ തലങ്ങളിലെ മൾട്ടി ഫങ്ഷണറി ആരാണ്? നമുക്കറിയാം, ഡിസ്ട്രിക്ട് കളക്ടറാണ് അല്ലേ. ജില്ലാ തലങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ജില്ലാ തലങ്ങളിൽ ആർക്കാണ് ചുമതല? ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ഓക്കെ, അടുത്തത് ബിഫോർ യു ഡു എനിത്തിങ് റിമെമ്പർ എ പുവർ ആൻഡ് ഹെൽപ്ലെസ് ഫേസ് യു സോ. വാട്ട് യു ആർ going to do now, ask yourself how you can help that poor person. അപ്പോൾ ഇതാരുടെ വാക്കുകളാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെയാണ്. എന്താണ് പറയുന്നത്? മഹാത്മാഗാന്ധി പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരു മുഖം ഓർക്കുക. നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ട മനുഷ്യനെ എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതാണ് പറയുന്നത്. ബിഫോർ യു ഡു എനിത്തിങ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, റിമെമ്പർ എ പുവർ ആൻഡ് ഹെൽപ്ലെസ് ഫേസ് യു സോ, നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായമായ ഒരു മുഖം ഓർക്കുക. വാട്ട് യു ആർ ഗോയിങ് ടു ഡു നൗ, നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആസ്ക് യുവർ സെൽഫ് ഹൗ യു ക്യാൻ ഹെൽപ്പ് ദാറ്റ് പുവർ പേഴ്സൺ, ആ പാവപ്പെട്ട മനുഷ്യനെ എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതാണ് ആര് പറഞ്ഞേക്കുന്നത്? മഹാത്മാഗാന്ധി പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. IAS ഓഫീസർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവിയാണിത്, ക്യാബിനറ്റ് സെക്രട്ടറി. അപ്പോൾ ഒരു IAS, ഇന്ത്യയിലെ തന്നെ ഒരു IAS ഓഫീസർക്ക് എത്താൻ പറ്റുന്ന ഒരു ഉയർന്ന പദവിയാണ്, ഏറ്റവും ഉയർന്നൊരു പദവിയാണ് ഏതെന്ന് പറയുന്നത്, ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയായ ആദ്യ ഇന്ത്യൻ IAS ഓഫീസറാണ് NR പിള്ള. NR പിള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് ഓഫീസർ ആയിരുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയായ ആദ്യ ഇന്ത്യൻ IAS ഓഫീസറാണ് NR പിള്ളൈ. അതുപോലെ തന്നെ ശാരദാ മുരളീധരൻ ടുക്ക് ചാർജ് ആസ് ദ 49th ചീഫ് സെക്രട്ടറി ഓഫ് കേരള. ഷീ ടുക്ക് ഓവർ ദ ചാർജ് ഫ്രം വേണു IAS, ഹെർ ഹസ്ബൻഡ്. അപ്പം ശാരദാ മുരളീധരനാണ് കേരളത്തിലെ 49th ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. ആ ചാർജ് ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്? 48th ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ്റെ ഹസ്ബൻഡായ വേണു IASൻ്റെ നിന്നാണ് എന്ത് ചെയ്തത്, ചാർജ് ഏറ്റെടുത്തത്. ആര്? 49th ചീഫ് സെക്രട്ടറി ആയിട്ട് കേരളത്തിൻ്റെ ശാരദാ മുരളീധരൻ ചാർജ് എടുക്കുന്നത്. അപ്പോൾ IAS ഓഫീസർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി ആയ ആദ്യ ഇന്ത്യൻ IAS ഓഫീസറാണ് NR പിള്ളൈ. അതുപോലെ തന്നെ ശാരദാ മുരളീധരൻ ടുക്ക് ചാർജ് ആസ് ദ 49th ചീഫ് സെക്രട്ടറി ഓഫ് കേരള. 49th കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തത് ശാരദാ മുരളീധരനാണ്. ആ ചാർജ് എടുക്കുന്നത് ആരിൽ നിന്നാണ്? ശാരദാ മുരളീധരൻ്റെ ഭർത്താവായ വേണു IAS എന്നാണ് ശാരദാ മുരളീധരൻ ചാർജ് ആയിട്ട് എടുക്കുന്നത്. എത്രാമത്തെ? 49th ചീഫ് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത് കേരളത്തിൻ്റെ. ഇനി നമുക്കറിയേണ്ടത് പ്രസൻറ്റ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A. ജയാതിലക്. ഡോക്ടർ A. ജയാതിലകാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ആര്? ഡോക്ടർ A. ജയാതിലക്.
ഓക്കെ. നിലവിൽ അദ്ദേഹമാണ് ഔദ്യോഗിക ചീഫ് സെക്രട്ടറി. ഓക്കെ, അദ്ദേഹമാണ് എന്താണ് 50ാമത്തെ ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ആര്? ഡോക്ടർ, അതായത് ഇപ്പോഴത്തെ നിലവിൽ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ആര്? കേരളത്തിൻ്റെ ഡോക്ടർ എ ജയാതിലക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ.